ക്രിസ്തുവിൽ ഏറെ സ്നേഹമുള്ള സഹോദരീ സഹോദരന്മാരെ, ഈശോയുടെ ഉറ്റ സ്നേഹിതനും വിശ്വസ്തദാസനുമായ വിശുദ്ധ യൂദാ തദേവൂസിൻ്റെ ജീവിതത്തിലേക്കുള്ളൊരു തീർത്ഥാടനത്തിലാണ് നാം ഇപ്പോൾ. ഈശോയുടെ ചങ്കാണ് യൂദാ തദേവൂസ് എന്നുള്ള മനോഹരമായ ചിന്തകൾ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഈശോയ്ക്ക് വേണ്ടി തൻ്റെ ജീവിതം തന്നെ, തൻ്റെ ഹൃദയം തന്നെ പകുത്തു നൽകിയ ആ വലിയ വിശുദ്ധൻ്റെ ജീവിതത്തിലേക്ക് തീർത്ഥാടനം ചെയ്യുമ്പോൾ, ഇന്ന് ഈ വയനാടിൻ്റെ പ്രകൃതി രമണീയമായ സുന്ദരമായ ഈ പ്രദേശത്ത് വിശുദ്ധ യൂദാ തദേവൂസിൻ്റെ നാമത്തിൽ സ്ഥിതി ചെയ്യുന്ന ചുണ്ടേൽ തീർത്ഥാടന കേന്ദ്രത്തിൽ വിശുദ്ധ യൂദാ തദേവൂസിൻ്റെ തിരുശേഷിപ്പിന് മുന്നിൽ ഞാൻ നിൽക്കുമ്പോൾ ഒരു ചോദ്യം നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ നൽകുകയാണ്. അവശേഷിപ്പുകളെ തിരുശേഷിപ്പുകളാക്കുന്നത് എപ്പോഴാണ്? അവശേഷിപ്പുകളെ തിരുശേഷിപ്പുകളാക്കി മാറ്റുന്നത് എപ്പോഴാണ് എന്ന ചോദ്യത്തിന് മറുപടി എന്ന വണ്ണം ഒരു വിചിന്തനവുമായി നിങ്ങളുടെ മുന്നിൽ ഞാൻ നിൽക്കുകയാണ്. വിശുദ്ധ യൂദാ തദേവൂസ് തൻ്റെ ജീവിതത്തിൽ ഒരു തിരുശേഷിപ്പ് യാത്ര നടത്തിയതിനെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അങ്ങനെ ഒരു യാത്രയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ്. വിശുദ്ധ യൂദാ ശ്ലീഹായുടെ ചിത്രം നിങ്ങൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, വിശുദ്ധ യൂദാ തദേവൂസിൻ്റെ രൂപത്തിൻ്റെ മുമ്പിൽ നിങ്ങൾ പോയിട്ട് നിന്നിട്ടുണ്ടെങ്കിൽ, അവിടെ കാണാൻ പറ്റുന്നത് യൂദാ ശ്ലീഹായുടെ കരങ്ങളിൽ ഒരു മെഡൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ആ ഒരു മെഡൽ എന്താണ് ആ ചിത്രത്തിൽ കാണുന്നത് എന്ന് ചോദിച്ചാൽ ഈശോയുടെ മുഖം തന്നെയാണ്. അതിനൊരു കഥ പറയാനുണ്ട്, ഒരു സംഭവ കഥ. യൂസേബിയൂസ് എന്ന് പറയുന്ന സഭാചരിത്രകാരൻ തൻ്റെ ജീവിതത്തിൽ എഴുതപ്പെട്ടിട്ടുള്ളതിലെല്ലാം, നൽകപ്പെട്ടിട്ടുള്ള ചരിത്ര സംഭവങ്ങളിലെല്ലാം ഏറ്റവും ആകർഷണീയമായ ഒരു സംഭവ കഥയാണ് ഞാനിപ്പോൾ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. ഈ ഒരു സംഭവ കഥയുടെ പിന്നിൽ യൂദാ ശ്ലീഹ ഒരു തിരുശേഷിപ്പ് യാത്ര നടത്തിയതായിട്ട് രേഖപ്പെടുത്തുന്നുണ്ട്. ഈ കഥ നടക്കുന്നത് എഡേസെ എന്ന് പറയുന്ന കൊച്ചു ഗ്രാമത്തിലാണ്. നമുക്കറിയാം, എഡേസെ എന്ന് പറയുന്ന കൊച്ചു ഗ്രാമം ഇന്നത്തെ തുർക്കി, സിറിയയ്ക്കടുത്തുള്ള ഒരു കൊച്ചു ഗ്രാമമാണ്. അവിടെ ഒരു രാജാവ് ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. ആ രാജാവിൻ്റെ പേര് അബ്ഗാർ എന്നാണ്. ആ രാജാവ് കുഷ്ഠരോഗം പിടിപെട്ട് അസുഖം ബാധിച്ച് മരണശയ്യയിലായിരുന്നു എന്ന് പറയുമ്പോൾ, ഈശോയുടെ പ്രവർത്തനങ്ങളെപ്പറ്റി കേട്ട് അനനിയാസ് എന്ന് പറയുന്ന ഒരു ദൂതനെ ഈശോയുടെ അടുക്കിലേക്ക് പറഞ്ഞയക്കുകയാണ്. എന്തിനു വേണ്ടി? എനിക്ക് സൗഖ്യമുണ്ടാകണമെന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് ഈ ദൂതനെ ഈശോയുടെ അടുക്കിലേക്ക് പറഞ്ഞയക്കുന്നത്. ഈശോയുടെ അടുക്കിലേക്ക് പറഞ്ഞയക്കുന്നത് എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ, ഈശോയെ എഡേസെ എന്ന കൊച്ചു ഗ്രാമത്തിലേക്ക് ക്ഷണിക്കുവാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ കൊച്ചു ഗ്രാമത്തിലെ രാജാവായിട്ടുള്ള അബ്ഗാറിന് സൗഖ്യം കിട്ടുമെന്നുള്ളത് ഉറപ്പായതുകൊണ്ട് അങ്ങനെ ഒരു ക്ഷണവുമായി ദൂതൻ പോവുകയാണ്. അവിടെ എത്തി ആവശ്യമുണർത്തിച്ചു. പക്ഷേ ആ ഒരു ആവശ്യം ഈശോ കൈക്കൊണ്ടില്ല. കാരണം സജീവമായി സുവിശേഷം പ്രഘോഷിച്ചു കൊണ്ടിരിക്കുന്ന ഇടത്തിൽ, താൻ സാക്ഷ്യമായി മാറിക്കൊണ്ടിരിക്കുന്ന ഇടത്തിൽ അങ്ങനെ ഒരു യാത്രയ്ക്ക് ഈശോ മുതിർന്നില്ല. പക്ഷേ ചരിത്രം പിന്നീട് രേഖപ്പെടുത്തുന്നത് ഇപ്രകാരമാണ്. പിന്നീട് യൂദാ തദേവൂസിൻ്റെ കരങ്ങളിൽ ഒരു തൂവാലയിൽ തൻ്റെ മുഖം പതിപ്പിച്ച് ഒരു തിരുശേഷിപ്പായി കൊടുത്തുവിടുന്നു എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. ഈശോയുടെ മുഖം പതിപ്പിച്ച തൂവാലയുമായി, ഈശോയുടെ സാന്നിധ്യം പേറുന്ന തൂവാലയുമായി വിശുദ്ധ യൂദാ തദേവൂസ് എഡേസെ എന്ന കൊച്ചു ഗ്രാമത്തിലേക്ക്, അക്ബാറിലേക്ക് നീങ്ങി എന്നാണ് പറയുന്നത്. ഈ അബ്ഗാർ രാജാവിനെ കണ്ട മാത്രയിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു തൂവാലയിലൂടെ വലിയൊരു സൗഖ്യം അദ്ദേഹത്തിന് ലഭിച്ചു എന്ന് രേഖപ്പെടുത്തുന്നു. അങ്ങനെയെങ്കിൽ യൂദാ തദേവൂസ് ഈശോയുടെ മുഖം പേറുന്ന തൂവാലയുമായി ഒരു തിരുശേഷിപ്പ് യാത്ര നടത്തിയതായി ചരിത്രം രേഖപ്പെടുത്തുകയാണ്.
പ്രിയമുള്ളവരെ, ഈശോയുടെ ഉറ്റ സ്നേഹിതൻ ഈശോയുടെ മുഖം പേറുന്ന തൂവാലയുമായി എഡേസ എന്ന കൊച്ചു ഗ്രാമത്തിലേക്ക് യാത്ര ചെയ്തതിൻ്റെ ഓർമ്മ തന്നെയാണ് ആ കൈകളിലുള്ള മെഡലിൽ ഈശോയുടെ മുഖം പതിപ്പിച്ചതായിട്ട് നമ്മൾ ദർശിക്കുന്നത്. അങ്ങനെയെങ്കിൽ ആ മെഡലിൽ കാണുന്ന ആ ചിത്രത്തിന് പറയുവാനുള്ള കഥ, നീ യാത്ര ചെയ്യുക, നിന്റെ അവശേഷിപ്പുകളെ തിരിശേഷിപ്പുകളാക്കുക, ഈശോയെ വഹിച്ചുകൊണ്ട് നീ സൗഖ്യമായി അനേകരിലേക്ക് യാത്ര ചെയ്യുക എന്നുള്ള വലിയ സന്ദേശമാണ് ഈ ഒരു ചിത്രത്തിലൂടെ വിശുദ്ധ യൂദാ തദേവൂസ് നമ്മെ പഠിപ്പിക്കുന്നത്. പ്രിയമുള്ളവരെ, വിശുദ്ധ യൂദാ തദേവൂസ് ഇങ്ങനെ ഒരു യാത്ര നടത്തുമ്പോൾ പഴയ നിയമത്തിലേക്ക് ഇതുപോലെ ഒരു യാത്ര നടത്തിയതിൻ്റെ ഓർമ്മ നമ്മുടെ മനസ്സിൽ തെളിയുന്നുണ്ടാകും. വാഗ്ദാന പേടകം വഹിച്ചുകൊണ്ട് ഇതുപോലെ ദൈവം തന്ന സമ്മാനങ്ങൾ പേറിക്കൊണ്ട് അവർ ഒരു യാത്ര നടത്തി, മരുഭൂമിയിലൂടെ ഒരു യാത്ര. ഒന്ന് ഓർത്ത് നോക്കിക്കേ, ദൈവം തന്ന 3 സമ്മാനങ്ങളുമായിട്ടാണ് വാഗ്ദാന പേടകത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് അവർ യാത്ര നടത്തിയത്. എന്തൊക്കെയായിരുന്നു വാഗ്ദാന പേടകത്തിലെ ആ 3 സമ്മാനങ്ങൾ? മരുഭൂമിയിൽ വിശന്നു വലഞ്ഞ ജനതയ്ക്ക് മുന്നിൽ കരഞ്ഞ് നിലവിളിച്ചപ്പോൾ ദൈവം സ്വർഗത്തിൽ നിന്നും മന്ന പൊഴിച്ചു. സ്വർഗത്തിൽ നിന്നും പൊഴിക്കപ്പെട്ട മന്ന ദൈവം കൊടുത്ത സമ്മാനമാണ്. ദൈവം നൽകിയ സ്വർഗത്തിൻ്റെ വലിയ സാന്നിധ്യമാണ്. അവരത് ദൈവത്തെ പോലെ കണ്ടു, അവരത് സൂക്ഷിച്ചു വെച്ചു. അവരത് ആ വാഗ്ദാന പേടകത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണർത്തുന്ന മാത്രയിൽ അതിനെ കാത്തു സൂക്ഷിച്ചു. അവർ നടന്നു നീങ്ങിയ വഴിയിലൂടെയെല്ലാം ദൈവത്തിൻ്റെ ഓർമ്മയുണർത്തുന്ന അവശേഷിപ്പുകളെ തിരിശേഷിപ്പുകളാക്കും വിധം ആ ഓർമ്മകളിലേക്ക് അവർ യാത്ര ചെയ്തുവെന്നാണ് പഴയ നിയമത്തിൽ നമ്മൾ ഓർമ്മിക്കുന്നത്. ആ വാഗ്ദാന പേടകത്തിൽ മറ്റൊന്നുണ്ടായിരുന്നു. മന്ന മാത്രമല്ല, മോശയ്ക്ക് നൽകപ്പെട്ട 10 കൽപ്പനകൾ. ആ 10 കൽപ്പനകൾ അവർ കാത്തു സൂക്ഷിച്ചത് ദൈവത്തിൻ്റെ വചനം പോലെയായിരുന്നു. ദൈവത്തിൻ്റെ വാക്കുകളാണ് അതിൽ ലിഖിതപ്പെട്ടത് എന്നുള്ളത് അവർ വിശ്വസിച്ചു. അതുകൊണ്ട് തന്നെ ദൈവം സ്വർഗത്തിൽ നിന്ന് കൊടുത്ത വലിയ സമ്മാനമാണ് 10 കൽപ്പനകൾ എന്ന് പറയുന്നത്. വലിയൊരു ഉടമ്പടിയുടെ അടയാളമായിരുന്നു 10 കൽപ്പനകൾ. പ്രിയമുള്ളവരെ, ആ 10 കൽപ്പനകളും എഴുതപ്പെട്ടിട്ടുള്ളത് അവർ ആ വാഗ്ദാന പേടകത്തിൽ കാത്തു സൂക്ഷിച്ചു. എന്തിനു വേണ്ടി? ദൈവത്തിൻ്റെ ഓർമ്മ കാത്തു സൂക്ഷിക്കുവാൻ, ദൈവത്തെ കൂടെ നടത്തുവാൻ, ദൈവത്തിൻ്റെ ശക്തി അനുഭവിക്കുവാൻ. അവർ മരുഭൂമിയിലൂടെ തളർന്നു നീങ്ങുമ്പോഴും അവരുടെ കൂടെ അവരെ നയിക്കുന്ന ദൈവമുണ്ട് എന്നുള്ള വലിയ ചിന്തയിലേക്ക് ഈ വാഗ്ദാന പേടകത്തിലെ 10 കൽപ്പനകൾ അവരെ നയിച്ചു. 3ാമതൊരു സമ്മാനം കൂടി അതിലുണ്ടായിരുന്നു. അതെന്താണ്? അഹ്റോൻ്റെ അംശവടി. സ്വർഗത്തിൽ നിന്നും ദൈവം കൊടുത്ത അംശവടി, അത്ഭുതങ്ങൾ ഇടവാക്കിയ, അത്ഭുതങ്ങൾക്ക് കാരണമായ സ്വർഗത്തിൻ്റെ വലിയ അംശവടി. അത് സഭയുടെ ഒരു ഇടയൻ്റെ അടയാളമായി, സഭയുടെ തന്നെ ഒരു പ്രതീകമായിട്ട് അവരതിനെ കാത്തു സൂക്ഷിച്ചു എന്ന് തന്നെ നമുക്ക് കാണാം. എങ്ങനെയെങ്കിലും നമ്മൾ ഈ 3 സമ്മാനങ്ങളിലൂടെ യാത്ര ചെയ്യുമ്പോൾ മനസ്സിലാക്കേണ്ടത്, മരുഭൂമിയിലുള്ള ഇസ്രായേൽ ജനത്തിൻ്റെ യാത്രയിൽ വിശുദ്ധ യൂദാ ശ്ലീഹ തൻ്റെ ജീവിതത്തിൽ എഡേസ എന്ന കൊച്ചു ഗ്രാമത്തിലേക്ക് കൊണ്ടുപോയതുപോലെ ദൈവപുത്രൻ്റെ മുഖഭാവം, ദൈവത്തിൻ്റെ മുഖം തന്നെ കൊണ്ടു നടന്നതുപോലെ ഇസ്രായേൽ ജനത മരുഭൂമിയിലൂടെ യാത്രയായപ്പോൾ വാഗ്ദാന പേടകത്തിലെ 3 സമ്മാനങ്ങൾ ദൈവത്തിൻ്റെ സാന്നിധ്യമായിട്ട് അവർ കൊണ്ടു നടന്നു. അതൊരു വലിയ ഉടമ്പടിയുടെ അടയാളമായിരുന്നു. അത് സ്നേഹത്തിൻ്റെ ഉടമ്പടിയുടെ അടയാളമായിരുന്നു. പ്രിയമുള്ളവരെ, ഇന്ന് യാത്ര ചെയ്യുമ്പോൾ വിശുദ്ധ യൂദാ ശ്ലീഹ നമ്മോട് ചോദിക്കുന്ന ഒരു ചോദ്യം, നിന്റെ അവശേഷിപ്പുകൾ നിനക്ക് തിരിശേഷിപ്പാക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. നിന്റെ അവശേഷിപ്പുകളെ തിരിശേഷിപ്പുകളാക്കണമെങ്കിൽ നിന്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ടാകണം. നിന്റെ ജീവിതത്തിൽ നിന്റെ അവശേഷിപ്പുകൾ എന്ന് പറയുന്നത് നിന്റെ വാക്കുകൾ അവശേഷിപ്പുകളാണ്, നീ ഉപയോഗിച്ച വസ്തുക്കൾ അവശേഷിപ്പുകളാണ്, നിന്റെ ഇടപെടലുകൾ അവശേഷിപ്പുകളാണ്. ആ അവശേഷിപ്പുകളെ എങ്ങനെ തിരിശേഷിപ്പുകളാക്കാമെന്ന് ചോദിച്ചാൽ അതിൻ്റെ മറുപടി എന്ന് പറയുന്നത് ദൈവത്തെ ചേർത്ത് നിർത്തുക എന്നുള്ളതാണ്, ദൈവത്തെ കൂട്ടുനിർത്തുക എന്നുള്ളതാണ്, ദൈവത്തെ വഹിക്കുക എന്നുള്ളതാണ്. പരിശുദ്ധ കന്യകാമറിയം
എലിസബത്തിൻ്റെ ഭവനത്തിലേക്ക് ഉണ്ണീശോയെ വഹിച്ചു കൊണ്ടുപോയ ആ ഒരു വലിയ യാത്ര പോലെ നമ്മുടെ ജീവിതത്തിലും അവശേഷിപ്പുകളെ തിരുശേഷിപ്പുകളാക്കുവാൻ ഒരു യാത്ര, ഒരു തീർത്ഥാടനം ചെയ്യേണ്ടതായിട്ടുള്ള വലിയൊരു ആഹ്വാനമാണ് വിശുദ്ധ യൂദാശ്ലീഹ നമ്മെ പഠിപ്പിക്കുന്നത്, വിശുദ്ധ യൂദാശ്ലീഹ നമ്മെ ആഹ്വാനം ചെയ്യുന്നത്. എങ്ങനെയാണ് ഇന്ന് എനിക്ക് എൻ്റെ അവശേഷിപ്പുകളെ തിരുശേഷിപ്പുകളാക്കാൻ പറ്റുന്നത്? ദിവ്യകാരുണ്യത്തെ സ്നേഹിക്കുക, വചനത്തെ സ്നേഹിക്കുക, ജപമാലയും പ്രാർത്ഥനയും സ്നേഹിക്കുക. നിന്റെ ജീവിതത്തിൽ നീ സഞ്ചരിക്കുന്ന സക്രാരിയായി മാറുക. ഓരോ ദിവ്യബലി അർപ്പണം കഴിയുമ്പോഴും യഥാർത്ഥമായിട്ടുള്ള ബലിയർപ്പണം ആരംഭിക്കുകയാണ്. ഒരു ദേവാലയത്തിൽ വിശുദ്ധ കുർബാനയിൽ സംബന്ധിച്ച് ആ വിശുദ്ധ കുർബാനയുടെ അവസാനം നമ്മൾ നമ്മുടെ ഭവനങ്ങളിലേക്ക് യാത്ര ചെയ്യുമ്പോൾ നമ്മൾ കൊച്ചു സക്രാരികളായിട്ടാണ് യാത്ര ചെയ്യേണ്ടത്. എൻ്റെ ഉള്ളിൽ എന്നെ സ്നേഹിക്കുന്ന, എന്നെ സൃഷ്ടിച്ച് എന്നെ കാത്തുപരിപാലിക്കുന്ന എൻ്റെ സ്നേഹനിധിയായ ദൈവമുണ്ട് എന്ന ചിന്തയോടും ബോധ്യത്തോടും കൂടി ഞാൻ യാത്ര ചെയ്യുമ്പോൾ എൻ്റെ വാക്കുകളിൽ ദൈവത്തിൻ്റെ ചിന്തകളുണ്ടാകും, എൻ്റെ ഇടപെടലുകളിൽ ദൈവത്തിൻ്റെ ഇടപെടലുകളുണ്ടാകും, എൻ്റെ എല്ലാ തരത്തിലുള്ള സ്വഭാവ ഗുണങ്ങളിലെല്ലാം ദൈവത്തിൻ്റെ അനുഭവങ്ങൾ എനിക്ക് വർഷിക്കുവാൻ സാധിക്കും. ദൈവശാസ്ത്രം പഠിപ്പിക്കുമ്പോൾ ദൈവശാസ്ത്രജ്ഞന്മാർ പറഞ്ഞു പഠിപ്പിക്കുന്നത് ആമുഖത്തിൽ ഇപ്രകാരമാണ്: എങ്ങനെയാണ് ദൈവം ഈ സാഹചര്യത്തിൽ ഇന്ന് ഈ ഒരു അവസ്ഥയെ നോക്കിക്കാണുന്നത്? ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ നിനക്ക് നിൻ്റെ ജീവിതത്തെ നോക്കിക്കാണുവാൻ സാധിക്കുമോ? ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ ഇന്നിൻ്റെ സാഹചര്യങ്ങളെ നോക്കിക്കാണുവാൻ നിനക്ക് സാധിക്കുമോ? അങ്ങനെ ഒരു ചോദ്യം ഓർമ്മിക്കുക, എന്നും ചോദിക്കേണ്ടിയിരിക്കുന്നു. ഒന്ന് ചോദിച്ചോട്ടെ, നമ്മുടെ അമ്മമാർ മരിക്കുമ്പോൾ, നമ്മുടെ അപ്പന്മാരൊക്കെ മരിക്കുമ്പോൾ നമ്മൾ കാത്തു സൂക്ഷിക്കാറില്ലേ അവർ തന്ന നല്ല ഓർമ്മകളെ, അവരുടെ അവശേഷിപ്പുകളെ? നല്ല നല്ല പടങ്ങളും ചിത്രങ്ങളൊക്കെ നമ്മൾ കാത്തു സൂക്ഷിക്കാറില്ലേ? ദൈവത്തിൻ്റെ നല്ല ഇടപെടലുകളുടെ ഓർമ്മകൾ ഇതുപോലെ കാത്തു സൂക്ഷിക്കുമ്പോൾ, ദൈവത്തെ തന്നെ നിൻ്റെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് നീ കാത്തു സൂക്ഷിക്കുമ്പോൾ നീ ഒരു തിരുശേഷിപ്പായി മാറുകയല്ലേ? നമ്മുടെ അവശേഷിപ്പുകളൊക്കെ തിരുശേഷിപ്പുകളാക്കി മാറ്റും വിധം ജീവിതത്തെ മാറ്റിമറിക്കുവാൻ വിശുദ്ധ യൂദാശ്ലീഹ നമ്മെ പഠിപ്പിക്കുകയാണ്. ഓർക്കുക, ഈ ഒരു പ്രതീകാത്മകമായ വിചിന്തനം ഈ കൈകളിലേന്തുന്ന മെഡലിൽ നമ്മൾ നോക്കുമ്പോൾ ഓർക്കുക, ആ മെഡലിനൊരു കഥ പറയാനുണ്ട്. എഡേസ എന്ന കൊച്ചു ഗ്രാമത്തിലെ കഥ. അവിടെ യൂദാശ്ലീഹ ഈശോയുടെ മുഖവുമായി നടന്ന കഥ. നമ്മളും നടക്കണം ഈശോയുടെ മുഖം നമ്മുടെ ജീവിതത്തോട് ചേർത്ത് വെച്ചുകൊണ്ട്. യൂദാശ്ലീഹ നമ്മോട് ചോദിക്കുന്ന ചോദ്യവും അത് തന്നെയാണ്. നിനക്കുറ്റ സ്നേഹിതനാകുവാൻ ആഗ്രഹമുണ്ടോ? ഈശോയുടെ വിശ്വസ്തദാസനാകുവാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? ആഗ്രഹമുണ്ടെങ്കിൽ യാത്ര ചെയ്യുക. നീ യാത്ര ചെയ്യുമ്പോൾ കൂടെ കൊണ്ടു നടക്കുക നീ സ്നേഹിക്കുന്ന നിൻ്റെ ഈശോയെ. നീ കൊണ്ടു നടക്കുക നിന്നെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന നിൻ്റെ ഈശോയെ. നീ കൊണ്ടു നടക്കുക നിന്നെ എന്നും സംരക്ഷിക്കുന്ന ഈശോയെ. ഓർക്കുക, ഈ ഒരു ദിവസം പരിശുദ്ധമായ അൾത്താരയിലായിരിക്കുമ്പോൾ നിങ്ങൾക്ക് നൽകുന്ന സുന്ദരമായ വിചിന്തനത്തിൻ്റെ ഈ ചിന്ത എന്നും കാത്തു സൂക്ഷിക്കുക. ഒരു യാത്ര, എൻ്റെ ജീവിതം മുഴുവനും ഒരു യാത്രയാകട്ടെ. ആ യാത്രയിൽ എന്നെ കൂടെ നിർത്തേണ്ടത്, ഞാൻ എൻ്റെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കേണ്ടത് എൻ്റെ ദൈവത്തെ തന്നെയാണ്. എൻ്റെ അവശേഷിപ്പുകൾ തിരുശേഷിപ്പുകളായി മാറും. ഒരു നിമിഷം കൂപ്പുകരങ്ങളോടെ നമുക്ക് പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കാം. നമ്മൾ ഒരു നൊവേനയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് നമ്മുടെ നിയോഗങ്ങളെല്ലാം നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരാം. നമ്മുടെ നിയോഗങ്ങളെല്ലാം മനസ്സിലേക്ക് കൊണ്ടുവരുമ്പോൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, എന്ത് മാറ്റമാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ വരുത്തേണ്ടത്? ഇന്ന് യൂദാശ്ലീഹ നമ്മോട് പറയുന്നു, കൂടെ പിടിക്കുക, ദൈവത്തെ കൂടെ പിടിക്കുക. വിശുദ്ധ കൊച്ചു ത്രേസ്യ പുണ്യവതി തൻ്റെ ജീവിതത്തിൽ ഇപ്രകാരം പറഞ്ഞു അത്രേ: ഓരോ 3 മിനിറ്റ് കൂടുമ്പോഴും ദൈവത്തെക്കുറിച്ചുള്ള ചിന്ത എൻ്റെ മനസ്സിൽ ഉയരുമെന്ന്. ദൈവത്തെക്കുറിച്ചുള്ള ചിന്തയാണ് എന്നെ നയിക്കേണ്ടതും എൻ്റെ ജീവിതത്തിൽ എൻ്റെ യാത്രയിൽ കൂടെയുണ്ടാകേണ്ടതും. ഓർക്കുക, വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ വിജ്ഞാനത്തോടെയുള്ള ജ്ഞാനത്തോടെയുള്ള യാത്രയെ വിശേഷിപ്പിക്കുന്നത് എൻ്റെ ശിരസ് എപ്പോഴും സ്വർഗത്തിലേക്ക് കണ്ണു നട്ടുകൊണ്ടുള്ളൊരു യാത്രയെയാണ് ജ്ഞാനത്തോടെയുള്ള യാത്രയെന്ന് വിശേഷിപ്പിക്കുന്നത്. എന്ന് വെച്ചാൽ ദൈവത്തെക്കുറിച്ചുള്ള ചിന്ത കൊണ്ട് യാത്ര ചെയ്യുന്ന വ്യക്തിയെ വിളിക്കുന്ന പേരാണ് ജ്ഞാനി എന്നുള്ള വാക്ക്. നമ്മളെല്ലാവരും ജ്ഞാനം കൊണ്ട് നിറയേണ്ടവരാണ്. നമ്മുടെ ജീവിതത്തിൽ വിവേകവും ജ്ഞാനവും ഉണ്ടാകണമെങ്കിൽ ദൈവത്തെ കൂടെ നിർത്തുക, കൂടെ ചേർത്ത് പിടിക്കുക. നമുക്ക് പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കാം. കരങ്ങൾ കൂപ്പാം.
കർത്താവിൻ്റെ സന്നിധിയിലാണെന്നുള്ള ആ വലിയ ചിന്തയോടും വിചാരത്തോടും കൂടി വിശുദ്ധ യൂദാ തദേവൂസിൻ്റെ മാധ്യസ്ഥം അപേക്ഷിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ നിയോഗങ്ങളും നമ്മുടെ പ്രാർത്ഥന അഭിലാഷങ്ങളെല്ലാം ദൈവ തിരുസന്നിധിയിൽ നമ്മൾ അർപ്പിക്കുന്നതോടൊപ്പം നമ്മൾ ചിന്തിക്കേണ്ടത്, എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇന്നു മുതൽ ഒരു യാത്ര ആരംഭിക്കുവാൻ പോവുകയാണ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ആരംഭിക്കുന്ന ഈ ജീവിതയാത്രയിൽ എൻ്റെ കൂടെ എന്നെ വഴി നടത്തുവാൻ എൻ്റെ ഈശോയുണ്ടെന്നുള്ള ബോധ്യത്തോടെ പ്രിയമുള്ളവരെ നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ അവശേഷിപ്പുകളെ തിരുശേഷിപ്പുകളാക്കി മാറ്റണം ഈശോയെ. എൻ്റെ ചിന്തകളിൽ ദൈവത്തിൻ്റെ സ്നേഹം കത്തിജ്വലിപ്പിക്കണം ഈശോയെ. എൻ്റെ ജീവിതയാത്രയിൽ എപ്പോഴും മറ്റുള്ളവർക്ക് സൗഖ്യം നൽകുന്ന ഈശോയെ നൽകുന്ന വലിയ സുവിശേഷ സാക്ഷ്യമാക്കി എൻ്റെ ജീവിതത്തെ മാറ്റണം ഈശോയെ. വിശുദ്ധ യൂദാ തദേവൂസിൻ്റെ മാധ്യസ്ഥം അപേക്ഷിച്ചുകൊണ്ട് ഈശോയെ ഞാൻ പ്രാർത്ഥിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റത്തിന് കാരണമാകുവാൻ അങ്ങ് ഇറങ്ങി വരണമേ. എൻ്റെ കൂടെ നടക്കണമേ. എൻ്റെ ചിന്തകളിലേക്ക് ഇറങ്ങി വരണമേ. എൻ്റെ പ്രവൃത്തികളിലേക്ക് ഇറങ്ങി വരണമേ. എൻ്റെ ഇടപെടലുകളിലേക്ക് അങ്ങ് ഇറങ്ങി വരണമേ. ഈശോയെ എൻ്റെ കൂടെ നടക്കണമേ. എമ്മാവുസിലെ ശിഷ്യന്മാർക്കുണ്ടായ വലിയ അനുഭവത്തിലേക്ക് എന്നെ അങ്ങ് നയിക്കണമേ. വിശുദ്ധ യൂദാ തദേവൂസ് എന്നെ പഠിപ്പിക്കുന്ന ആ വലിയ സന്ദേശം ഉൾക്കൊണ്ട് ഈശോയെ വഹിച്ചുകൊണ്ട് സഞ്ചരിക്കുന്ന സക്രാരിയായി മറ്റുള്ളവരുടെ ഇടങ്ങളിലേക്ക്, മറ്റുള്ളവരുടെ ജീവിതങ്ങളിലേക്ക് സുവിശേഷമായി ഇറങ്ങിച്ചെല്ലുവാൻ, ഈശോയെ നിന്നെ കൊണ്ട് നടക്കുവാനായി, നിന്നെ വഹിച്ചുകൊണ്ട് നടക്കുവാനായി എന്നെ അനുഗ്രഹിക്കുകയും എനിക്ക് വേണ്ടുന്ന കൃപകൾ അങ്ങ് പ്രദാനം ചെയ്യുകയും ചെയ്യണമേ. നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥനകൾ ഈശോയുടെ മുമ്പിൽ ഉണർത്തിച്ചുകൊണ്ട് ഈ നൊവേനയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. നമ്മുടെ ചിന്തകളെല്ലാം വിശുദ്ധിയുടെ തലത്തിൽ ഉയരട്ടെ. നമ്മുടെ എല്ലാവരുടെയും വിചിന്തനങ്ങൾ ഈശോയുടെ സാന്നിധ്യത്തിലേക്ക് ഉയരട്ടെ. നമ്മുടെ നിയോഗങ്ങൾ കർത്താവിന് മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് ഏറ്റവും ഭക്തിയോടുകൂടി കൂപ്പുകരങ്ങളോടെ നമുക്ക് ഈ നൊവേനയിലേക്ക് പ്രവേശിക്കാം. സൗഖ്യവും ശാന്തിയും കനിഞ്ഞരുളി എന്നെ നയിക്കണമേ. സൗഖ്യവും ശാന്തിയും കനിഞ്ഞരുളി എന്നെ നയിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും
പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടുകൂടെ. കർത്താവെ അനുഗ്രഹിക്കണമേ. കർത്താവേ അനുഗ്രഹിക്കണമേ. മിശിഹായെ അനുഗ്രഹിക്കണമേ. മിശിഹായെ അനുഗ്രഹിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. കർത്താവേ അനുഗ്രഹിക്കണമേ. മിശിഹായി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. മിശിഹായി ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. സ്വർഗീയ പിതാവായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ലോകരക്ഷകനായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധാരൂപിയായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഏകദൈവമായ ത്രിത്വമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. തമ്പുരാന്റെ പുണ്യജനനി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സൽബുദ്ധിയുടെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അപ്പസ്തോലന്മാരുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ യൂദാ തദേവൂസേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഈശോ മറിയം യൗസേപ്പിന്റെ കുടുംബാംഗമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മഹായോഗ്യനും മഹത്വമുള്ളവനുമായ അപ്പോസ്തല, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദിവ്യ ഗുരുവിന്റെ ആപ്തശിഷ്യ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. യേശുവിന്റെ വിശ്വസ്ത അനുഗാമിയെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദൈവപരിപാലനയിൻ കീഴിലെ തീർത്ഥാടക, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശ്വാസത്തിന്റെ സാക്ഷി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദാരിദ്ര്യത്തിന്റെ സ്നേഹിത, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിനയസഹനങ്ങളുടെ ആദർശമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പരിശുദ്ധിയുടെ ലില്ലിയെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദൈവസ്നേഹദീപത്തിന്റെ ജ്വാലയെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധിയുടെ താരമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദൈവവര പ്രസാദത്തിന്റെ ഭാജനമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നരകത്തിന് ഭയമുളവാക്കുന്നവനെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. തിരുസഭയുടെ സ്തംഭമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പീഡിതരുടെ ആശ്വാസമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പാപികളുടെ മധ്യസ്ഥ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പരിഭ്രാന്തരുടെ പ്രകാശമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഭീരുക്കളുടെ അഭയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നിരാശരുടെ ആധാരമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മഹാത്ഭുതങ്ങളുടെ പ്രവർത്തകനെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദൈവാനുഗ്രഹങ്ങളുടെ ഉദാര മധ്യസ്ഥ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അങ്ങയുടെ നാമം വിളിച്ചപേക്ഷിക്കുന്നവർക്ക് വേഗത്തിൽ അനുഗ്രഹം നൽകുന്ന പുണ്യവാനെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അങ്ങയിൽ വിശ്വസിക്കുന്നവരുടെ വിശ്വസ്ത സഹപ്രവർത്തക, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആവശ്യക്കാരുടെ സഹായമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഏറ്റവും പ്രയാസമേറിയ ഘട്ടങ്ങളിലെ സന്നദ്ധ സഹായമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ശരണമില്ലാത്ത കാര്യങ്ങളിൽ ശക്തിയുള്ള ന്യായവാദി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അങ്ങേ ബഹുമാനിക്കുന്നവരിൽ സ്നേഹം നിറഞ്ഞ സംരക്ഷക, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. എന്റെ എത്രയും പ്രത്യേക മധ്യസ്ഥ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടേ, കർത്താവേ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടേ, കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടേ, കർത്താവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അത്യാവശ്യ കാര്യങ്ങൾക്കായി നമ്മുടെ എല്ലാ നിയോഗങ്ങളും വിശുദ്ധ യൂദാസ്ലിഹായുടെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് വിശുദ്ധ യൂദാസ്ലിഹായോടുള്ള പ്രാർത്ഥന വളരെ സ്നേഹപൂർവ്വം നമുക്ക് ഏറ്റുചൊല്ലാം. ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ കർത്താവും രക്ഷകനുമായ ഈശോയുടെ കുടുംബാംഗമേ, വിശുദ്ധ തദേവൂസേ, അങ്ങയുടെ ഭക്തരുടെ വിശ്വസ്തവാദിയും മഹാസങ്കടത്തിൽ ഉഴലുന്നവരുടെ പ്രത്യേക സംരക്ഷകനും പുണ്യങ്ങൾ കൊണ്ടും അത്ഭുത ശക്തികൾ കൊണ്ടും പ്രഖ്യാതനുമായ വേദസാക്ഷി അപ്പോസ്തല ശരണമറ്റവരെ സഹായിക്കുവാൻ അങ്ങേക്കുള്ള കഴിവിൽ വിശ്വസിച്ചുകൊണ്ട് ഞാൻ അങ്ങയുടെ പക്കലേക്ക് തിരിയുന്നു. എൻ്റെ ഈ ആവശ്യത്തിൽ ഒരു നിമിഷം മൗനമായി നമ്മുടെ നിരവധിയായിട്ടുള്ള നിയോഗങ്ങൾ നമുക്കിപ്പോൾ ഉണർത്തിക്കാം.
എന്നെ സഹായിക്കണമെന്ന് എന്നെ സഹായിക്കണമെന്ന് ഹൃദയപൂർവം ഹൃദയപൂർവം ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ എനിക്ക് സ്വയമായി ഒന്നും ചെയ്യുവാൻ കഴിവില്ല. എന്റെ ജീവിതകാലത്തിൽ അങ്ങയെ എന്റെ പ്രത്യേക മധ്യസ്ഥനായി വണങ്ങിക്കൊള്ളാമെന്നും ഞങ്ങളുടെ ആവശ്യങ്ങൾ ഏറ്റവും വേഗത്തിൽ സാധിച്ചു തരുവാൻ പ്രാപ്തമായ വിധം ശക്തിയായി വാദിക്കുന്ന അങ്ങയോടുള്ള ഭക്തിയെ പ്രചരിപ്പിച്ചു കൊള്ളാമെന്നും ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. ശരണമറ്റവരുടെയും ഭാഗ്യഹീനരുടെയും മധ്യസ്ഥനായി ലോകത്തിന്റെ നാനാഭാഗങ്ങളിലുമുള്ള ഭക്തജനങ്ങളാൽ വണങ്ങപ്പെടുന്നവനും ഈശോയുടെ വിശ്വസ്തദാസനും സ്നേഹിതനുമായ വിശുദ്ധ യൂദാ തദേവുസേ, അപ്പോസ്തല, എന്റെ സങ്കടങ്ങളിലും പീഡകളിലും സമാധാനത്തെയും എന്റെ ഈ അത്യാവശ്യത്തിൽ സഹായത്തെയും നിത്യജീവിതത്തിൽ അങ്ങയോടും മറ്റു തെരഞ്ഞെടുക്കപ്പെട്ടവരോടും കൂടെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുവാൻ എന്റെ മരണസമയത്ത് ആശ്വാസവും അനുഗ്രഹവും അങ്ങയുടെ യോഗ്യതകളാൽ ദൈവത്തിൽ നിന്നും പ്രാപിച്ചു തരണമെന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ, അങ്ങേ രാജ്യം വരണമേ, അങ്ങേ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. വിശുദ്ധ യൂദാ തദേവുസേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ യൂദാ തദേവുസേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ യൂദാ തദേവുസേ. ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ശിരസ് നമിച്ച് സർവശക്തനായ ദൈവത്തിൻ്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. വിശുദ്ധ യൂദാ ശ്ലീഹായുടെ മാധ്യസ്ഥ്യം വഴി നമ്മുടെ ജീവിതത്തിൽ നിരവധിയായിട്ടുള്ള അനുഗ്രഹങ്ങൾ ഈ നിമിഷം ദൈവം ചൊരിയുമാറാകട്ടെ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടുകൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും വിശുദ്ധ യൂദാ ശ്ലീഹായുടെ മാധ്യസ്ഥം വഴി നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. രമ്യമിടും ചുണ്ടയിലെ മധ്യസ്ഥ, ഞങ്ങളുടെ ആശ്രയകേദാരമേ, ശുദ്ധയൂദാ വന്ദ്യഗുരു, പാലക ഞങ്ങളെ പാർത്തിടണേ. രമ്യമിടും ചുണ്ടയിലെ മധ്യസ്ഥ, ഞങ്ങളുടെ ആശ്രയകേദാരമേ, ശുദ്ധയൂദാ വന്ദ്യഗുരു, പാലക ഞങ്ങളെ പാർത്തിടണേ.